യെസ്, ഹലോ മക്കളെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റ് എക്സാമിൽ ഡിസംബർ 2024 ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്വിക്കായിട്ട് നോക്കിയിട്ട് നമ്മളെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തൊട്ട് പിന്നാലെ അടുത്ത വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുക. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, പാർട്ട് ബി നമ്മളെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാടാ? GST, ഇൻകം ടാക്സ്, കസ്റ്റംസ്, അതിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുക. നോക്കാം. സോ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? ഹു ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആരാടാ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് എന്നറിയപ്പെടുന്ന ആരാ? പ്രസിഡന്റ് ആണ്. ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രൈം മിനിസ്റ്റർ എന്താ ചെയ്യുന്നത്? കറണ്ട് അഫയേഴ്സ് നോക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് നോക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആരാ? പ്രസിഡന്റ് ആണ്. ഓക്കെ, ദെൻ വിച്ച് കൺട്രി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് GST? ഏത് രാജ്യമാണ് ആദ്യമായിട്ട് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാടാ? ഏത് രാജ്യം ആദ്യം GST ഇൻട്രൊഡ്യൂസ് ചെയ്തേ? അമേരിക്കയാണോ, ഫ്രാൻസ് ആണോ, പാകിസ്ഥാനാണോ, ചൈനയാണോ? ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആണല്ലോ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? എ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ ഇഷ്യൂ എ റിവൈസ്ഡ് ഇൻവോയ്സ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് എത്ര സമയത്തിനുള്ളിലാണ് റിവൈസ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഏത് ഇഷ്യൂ ചെയ്യേണ്ടത്? റിവൈസ്ഡ് ഇൻവോയ്സ് നമ്മൾ എത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? റിവൈസ്ഡ് ഇൻവോയ്സ്. യെസ്, അപ്പൊ റിവൈസ്ഡ് ഇൻവോയ്സ് നമ്മൾ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക? ആദ്യം നമുക്ക് റിവൈസ്ഡ് ഇൻവോയ്സിന്റെ കേസ് എന്താ നോക്കാം. സപ്പോസ് നമ്മൾ ഈ മാസം ഡിസംബർ 1 എന്തായെന്ന് വിചാരിച്ചോ, നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനായി, നമ്മൾ ലിമിറ്റ് ക്രോസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഞാൻ സർവീസ് ചെയ്യുന്ന ആളാണ്, എൻ്റെ ലിമിറ്റ് 20 ലക്ഷമാണ്. കേരളത്തിൽ സർവീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, എൻ്റെ ലിമിറ്റ് 20 ലക്ഷമാണ്. എൻ്റെ ലിമിറ്റ്, എൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ്, എൻ്റെ ടേൺ ഓവർ 20 ലക്ഷം ഡിസംബർ 1 ക്രോസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഡിസംബർ 1 എന്ത് ചെയ്തു? എൻ്റെ ലിമിറ്റ് എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. അങ്ങനെ ഞാൻ എന്തായി? രജിസ്റ്റർ ചെയ്യാൻ ലയബിളായി. രജിസ്റ്റർ ചെയ്യാൻ എന്തായടാ? ലയബിളായി. ഈ ലയബിളായ ഞാൻ ഇഫ് അപ്ലൈഡ് വിത്തിൻ 30 days, നമ്മളോട് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 1 നമ്മൾ ലയബിളായി കഴിഞ്ഞാൽ വിത്തിൻ 30 days നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഡിസംബർ 1 എന്നല്ല, ഏത് ദിവസം നമ്മൾ എന്തായാലും ലയബിൾ ആയാലും വിത്തിൻ 30 days നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യണം. അപ്പൊ നോക്കുക, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസംബർ 20 എന്ത് ചെയ്തു? അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ. നമ്മൾ എന്ത് ചെയ്തിട്ട്? അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ ഓൺ ഡിസംബർ 20. സോ ഡിസംബർ 1 ലയബിൾ ആയി കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ എന്നെ രജിസ്റ്റർ ചെയ്യണം? ഡിസംബർ 1 തന്നെ രജിസ്റ്റർ ചെയ്യണ്ടേ? പക്ഷേ ഗവൺമെന്റ് അനുവദിച്ച സമയമാണ് ഇത് 30 ദിവസം. നീ എന്ത് ചെയ്താൽ മതി? 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 1 തന്നെ നീ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കാന്നാ പറഞ്ഞിട്ടില്ലേ. അപ്പൊ നോക്കുക, ഡിസംബർ 1 ഞാൻ ഓൾറെഡി ലയബിളായി. 1-ാം തീയതി കഴിഞ്ഞു, 30 ദിവസം. 2-ാം തീയതി കഴിഞ്ഞു. 2-ാം തീയതി ഒക്കെ എൻ്റെ കയ്യിൽ GST നമ്പർ ഉണ്ടോ? 1-ാം തീയതി ഞാൻ രജിസ്റ്റേർഡ് ആണോ? അല്ല, 1-ാം തീയതി ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ലയബിളായി. പക്ഷെ ഗവൺമെന്റ് അനുവദിച്ച 30 ദിവസം ഉണ്ട്. അപ്പൊ 1-ാം തീയതി എൻ്റെ കയ്യിൽ GST നമ്പർ ഉണ്ടോ? ഇല്ല, ബിക്കോസ് ഐ എം നോട്ട് രജിസ്റ്റേർഡ്. 2-ാം തീയതി ഉണ്ടോ? ഇല്ല. 3-ാം തീയതി ഉണ്ടോ? ഇല്ല. അങ്ങനെ ഞാൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാണ് ഡിസംബർ 20. അതുവരെ എൻ്റെ കയ്യിൽ GST നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ സാധാ ബില്ല്, നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത കടകൾ തരുന്ന പോലത്തെ സാധാ ബില്ലായിരിക്കും തന്നിട്ടുണ്ടാവുക. എന്നാൽ ഡിസംബർ 1 മുതൽ ഞാൻ ടാക്സ് അടയ്ക്കണ്ടേ? ലിമിറ്റ് ക്രോസ് ചെയ്ത അന്ന് മുതൽ ഞാൻ ടാക്സ് അടയ്ക്കണ്ടേ? 20 ലക്ഷം എന്ന് ക്രോസ് ചെയ്തോ അന്ന് മുതൽ ഞാൻ ടാക്സ് അടയ്ക്കണ്ടേ? അപ്പൊ ഗവൺമെന്റ് പറയാണ്, നീ 20 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്ത് തരാം? സപ്പോസ് 20 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തു, നമ്മൾ ഡിസംബർ 26 എന്ത് ചെയ്തത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വിചാരിച്ചോ. ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നാ കിട്ടിയേ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡിസംബർ 26 കിട്ടിയെന്ന് വിചാരിച്ചോ. എങ്കിൽ പോലും ഡിസംബർ 26 നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതെങ്കിൽ പോലും വിത്ത് ഇഫക്റ്റ് ഫ്രം എന്നായിരിക്കും അറിയോ? നമ്മളുടെ രജിസ്ട്രേഷൻ എന്ന് ചെയ്തതായിട്ട് തന്നെ കണക്കാക്കും.
ഡിസംബർ 1 തന്നെ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും. ബിക്കോസ് ഐ വാസ് ലയബിൾ ടു പേ ടാക്സ് ഫ്രം ഡിസംബർ 1. സോ ഡിസംബർ 1 രജിസ്റ്റർ ചെയ്യേണ്ട എന്നോട് ഗവൺമെൻറ് തന്ന സമയമാണ് 30 ദിവസം. അങ്ങനെ 30 ദിവസത്തിനുള്ള അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നാണോ രജിസ്ട്രേഷൻ കിട്ടുന്നത് കുഴപ്പമില്ല, വിത്ത് ഇഫക്റ്റ് ഫ്രം ലയബിൾ ആയ ദിവസം ഡിസംബർ 1 തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് എന്ത് ചെയ്യും, കണക്കാക്കപ്പെടും. ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഗവൺമെൻറ് അനുവദിച്ച 30 ദിവസത്തിനുള്ളിലാണ് ഞാൻ അപ്ലൈ ചെയ്തതെങ്കിൽ എന്നാണോ ബാധ്യസ്ഥനായത് അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ പീരീഡിൽ നമ്മൾ സാധാ ബില്ലല്ലേ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. ഡിസംബർ 1 എൻ്റെ GST നമ്പർ ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 26 GST നമ്പർ കിട്ടുന്നത്, 26 സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പക്ഷേ വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റാ, വിത്ത് ഇഫക്റ്റ് ഫ്രം ഡിസംബർ 1. അങ്ങനെയാണെങ്കിൽ ഈ പീരീഡിൽ നമ്മൾ സാധാ ബില്ലല്ലേ കൊടുത്തിട്ടുണ്ടാവുക, സാധാ ബില്ലുകളല്ലേ, അത് മതിയോ? പോരാ. ഡിസംബർ 1 മുതൽ നമ്മൾ ടാക്സ് അടയ്ക്കണ്ടേ? അപ്പോൾ നമ്മൾ ആ പീരീഡിലെ ഇൻവോയ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് അഥവാ റിവൈസ്ഡ് ഇൻവോയ്സ്. അപ്പോൾ ഏത് പീരീഡാണ്? ലയബിളായ അന്ന് മുതൽ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുന്ന ആ പീരീഡ് വരെയുള്ള ആ ഗ്യാപ്പില്ലേ, നമ്മൾ ലയബിളായ അന്ന് തന്നെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടില്ല, 30 ദിവസത്തിൽ അപ്ലൈ ചെയ്ത് പിന്നെ കിട്ടുക. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ലയബിളായ അന്ന് മുതൽ ഇതുവരെയുള്ള പെൻഡിങ് ഇൻവോയ്സ് ഒക്കെ നമ്മൾ അടിക്കണം. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയാം. അത് എത്ര സമയത്തിനുള്ളിൽ അടയ്ക്കണം? നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി വിത്തിൻ 1 മന്താണ് നമ്മൾ എന്ത് ചെയ്യണ്ടേ? വിത്തിൻ 1 മന്ത് നമ്മൾ എന്ത് ചെയ്യണടാ? റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് മുഴുവൻ അടിച്ച് തീർക്കണം, അഥവാ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് മുഴുവൻ ഇഷ്യൂ ചെയ്യണം. ഓക്കെ, റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്, അതാണ് അവിടുത്തെ ചോദ്യം. ഏതാ നോക്കുക എവിടെ? യെസ്, റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് 1 മന്ത്. ഓപ്ഷൻ കണ്ടില്ലേ? 1 മന്ത്. റെഡി. ഇനി there is no need to deduct tax at source if commission or brokerage paid during the financial year is less than. അപ്പോൾ TDSന്റെ പ്രൊവിഷൻ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എങ്ങനെയാ പറയുന്നത്? TDSൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സിൽ എങ്ങനെയാ പറയുന്നത്? എന്താ പറഞ്ഞിട്ടില്ലേ? കമ്മീഷനോ ബ്രോക്കറേജോ കൊടുക്കുകയാണെങ്കിൽ 15,000-ൽ കൂടുതൽ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ടാക്സ് പിടിച്ചു വെക്കണം എന്നാണ്. നമ്മളൊരു കമ്മീഷനോ ബ്രോക്കറേജോ പേ ചെയ്യുകയാണെങ്കിൽ പേ ചെയ്യുന്ന ആൾ അയാൾ എന്ത് ചെയ്യണം? ആ പൈസ കൊടുക്കുമ്പോൾ TDS പിടിച്ചിട്ട് വേണം കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ? there is no need to deduct tax at source if commission or brokerage paid during a financial year is less than എത്ര? 15,000. 15,000-ന് മുകളിലേ TDS വരുള്ളൂ. അപ്പോൾ ലെസ് ദാൻ 15,000 ആണെങ്കിൽ എന്ത് വേണ്ട? no need to deduct TDS. okay, then under GST regime compensation cess will be charged on ലക്ഷറി പ്രൊഡക്ട്സ് ആണോ, സെലക്റ്റീവ് പ്രൊഡക്ട്സ് ആണോ, ഓൾ പ്രൊഡക്ട്സ് ആണോ, ഓൾ ഓഫ് ദി അബോവ് ആണോ? എല്ലാ പ്രൊഡക്ട്സിനും GST കോമ്പൻസേഷൻ സെസ് ഉണ്ടോ? ഇല്ല. ഇനി ലക്ഷറി ഗുഡ്സിനും ലക്ഷറി പ്രൊഡക്ട്സിനും സെലക്റ്റീവ് പ്രൊഡക്ട്സിനും ഓൾ ദി അബോവിനും ഉണ്ടോ? അല്ല. ഓൾ പ്രൊഡക്ട്സിന് എല്ലാവരും കൂടെ ഓൾ ദി അബോവ് ആണോ? അല്ല. ഇനി ഈ 2 ഓപ്ഷനാണ്. ഇത് ആക്ച്വലി കൺഫ്യൂസിങ് ചെറിയതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺഫ്യൂസിങ് ഓപ്ഷനാണ്. എങ്ങനെയാ പറഞ്ഞിട്ടില്ലേ? ലക്ഷറി പ്രൊഡക്ട്സ് ആണോ, സെലക്റ്റീവ് പ്രൊഡക്ട്സ് ആണോ? എല്ലാ ലക്ഷറി പ്രൊഡക്ട്സിനും GST കോമ്പൻസേഷൻ സെസ് ഉണ്ടോ? ഇല്ല. സെലക്റ്റീവ് പ്രൊഡക്ട്സ് ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. കാരണം എന്താ? ഓൾ ലക്ഷറി പ്രൊഡക്ട്സിന് എന്തില്ല? GST കോമ്പൻസേഷൻ സെസ് ഇല്ല. സെലക്റ്റഡ് പ്രൊഡക്ട്സിനാണ്, സെലക്റ്റഡ് ലക്ഷറി പ്രൊഡക്ട്സ് ഡിമെറിറ്റ് ഗുഡ്സിനാണ് എന്തുള്ളൂ? GST കോമ്പൻസേഷൻ സെസ് ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ടെസ്റ്റിൽ വായിക്കുമ്പോൾ GST കോമ്പൻസേഷൻ സെസ് വിൽ ബി ലെവീഡ് ഓൺ ലക്ഷറി ഗുഡ്സ് ലൈക്ക് ചിലത്, ഓക്കെ, ആൻഡ് ഡിമെറിറ്റ് ഗുഡ്സ് സച്ച് ആസ് എന്നാ പറഞ്ഞിട്ടില്ലേ. അതിൽ തന്നെ ഇപ്പോൾ അമെൻമെന്റ് വന്നിട്ട് എന്തും ചെയ്തു? കുറേ ലക്ഷറി ഗുഡ്സ് നിന്ന് ഒഴിവാക്കി. ഇപ്പോൾ കുറച്ചുള്ളൂ. ഇപ്പോൾ ഡിമെറിറ്റ് ഗുഡ്സിന് മാത്രമാണ് ഇപ്പോൾ ആക്ച്വലി എന്ത് വരുന്നത്? GST കോമ്പൻസേഷൻ സെസ് വരുന്നത്. ഒരുവിധം കോമ്പൻസേഷൻ സെസ് ഒക്കെ ഒഴിവാക്കി ഇപ്പോൾ അമെൻമെന്റിൽ. ഇനി മാർജിൻ ഓഫ് GST 2.0 then margin of dumping means the difference between. എന്താ ഡംപിങ്? ഡംപി എന്ന് പറയുന്നത് എന്താ? അമേരിക്കയിലുള്ള ഒരാൾ, അവിടെ അയാളുടെ എക്സസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവിടെ വിറ്റ് പോകാത്ത സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ചെറിയ വിലക്ക് എന്ത് ചെയ്യാൻ നോക്കുക? വിറ്റ് ഒഴിവാക്കാൻ നോക്കുക, ഡംപ് ചെയ്യാൻ നോക്കുക. അതായത് അമേരിക്കയിൽ വിറ്റ് പോകാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? അമേരിക്കയിലുള്ള ആൾ അവിടെ വിൽക്കുന്നതിനേക്കാൾ വളരെ വില കുറച്ച് ഇന്ത്യയിലേക്ക് വലിച്ചെറിയാൻ അല്ലെങ്കിൽ
വിറ്റൊഴിവാക്കാൻ നോക്കുന്നു. അങ്ങനെ വലിച്ചെറിയാൻ എന്തെന്താ? ചവറ്റുകൊട്ടെ. ഇന്ത്യ ചവറ്റുകൊട്ടയാ? അല്ല. അതുകൊണ്ട് തന്നെ അതിന് എഗെയിൻസ്റ്റ് നമ്മൾ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് ആന്റി ഡംപിങ് ഡ്യൂട്ടി. എന്താ പറയാ? ആന്റി ഡംപിങ് ഡ്യൂട്ടി. ഈ ആന്റി ഡംപിങ് ഡ്യൂട്ടി എത്ര വരെയാണ് ഇടുക നോക്കുക. ആന്റി ഡംപിങ് ഡ്യൂട്ടി മാക്സിമം നമുക്ക് മാർജിൻ ഓഫ് ഡംപിങ് വരെ ഇടാൻ പറ്റുക. എന്താ മാർജിൻ ഓഫ് ഡംപിങ് എന്ന് പറഞ്ഞാൽ? അമേരിക്കയിൽ വിൽക്കുന്ന വില. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു അമേരിക്കയിലുള്ള ആളാണ്, നിങ്ങൾ അമേരിക്കയിൽ $10,000 വിൽക്കുന്ന ഒരു സാധനം. ഓക്കെ, അമേരിക്കയിൽ നിങ്ങൾ $10,000 വിൽക്കുന്ന ഒരു സാധനം. ഓക്കെ, ഇതിനെ നമ്മൾ നോർമൽ പ്രൈസ് എന്ന് പറയും, നോർമൽ വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ നോർമൽ പ്രൈസ്. അമേരിക്കയിൽ നിങ്ങൾ നോർമലി വിൽക്കുന്ന വില 10,000 ആണെന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് വെറും $4,000 വിചാരിച്ചോ. $10,000 വിൽക്കുന്ന സാധനം നിങ്ങൾ എക്സ്പോർട്ട് പ്രൈസ് എത്രയാ? അമേരിക്കയിൽ എന്നുള്ള നിങ്ങളുടെ എക്സ്പോർട്ട് പ്രൈസ് എത്രയാ? $4,000. ദാറ്റ് മീൻസ് നിങ്ങൾ അത് ഇന്ത്യയിലേക്ക് വിറ്റഴിക്കാൻ വേണ്ടി എത്ര മാർജിൻ കുറച്ചു? ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് 10,000 വിൽക്കുന്ന സാധനം 4,000 വിൽക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ അവിടെ ഒരു $6,000 അല്ലെങ്കിൽ $6,000 മാർജിൻ എന്ത് ചെയ്തു? കട്ട് ചെയ്തില്ലടാ, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ $6,000 വരെ ഈ ഡംപിങ്ങിനെതിരായിട്ട് നമുക്ക് എന്തിടാം? മാക്സിമം ആണ് കേട്ടോ, മാക്സിമം ആന്റി ഡംപിങ് ഡ്യൂട്ടി നമുക്ക് എത്ര വരെ ഇടാം? ആന്റി ഡംപിങ് ഡ്യൂട്ടി, ഡംപിങ്ങിനെതിരെ ഇടുന്നതാണ് ആന്റി ഡംപിങ് ഡ്യൂട്ടി. മാക്സിമം ഏതുവരെ ഇടാം? ഈ മാർജിൻ ഓഫ് ഡംപിങ്, അതായത് 6,000 വരെ ചുമത്താം. അതാണ് മാർജിൻ ഓഫ് ഡംപിങ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ വാല്യൂ, അതായത് അമേരിക്കയിൽ വിൽക്കുന്ന വില മൈനസ് എക്സ്പോർട്ട് പ്രൈസ്. നോർമൽ വാല്യൂ മൈനസ് എക്സ്പോർട്ട് പ്രൈസ്. നമ്മൾ എക്സ്പോർട്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കേണ്ട കേട്ടോ, മാറിപ്പോരുതേ. ഇനി ഇഫ് എ പേഴ്സൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊഫഷണൽ അബ്രോഡ് റിട്ടേൺസ് ടു ഇന്ത്യ ആഫ്റ്റർ സ്റ്റേ ഓഫ് 8 months can bring with him duty free clearance up to duty free clearance എത്ര കൊണ്ടുവരാം? നമ്മൾ വിദേശത്ത് പോയി 3 to 6 months നിന്നാൽ നമുക്ക് എത്ര കൊണ്ടുവരാം? 60,000 രൂപയുടെ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. ഡ്യൂട്ടി ഫ്രീ ക്ലിയറൻസ് 60,000 രൂപയുടെ കൊണ്ടുവരാം. 6 months to 1 year നിന്നാലോ 1 lakh rupees സാധനം ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. ഈ ക്വസ്റ്റ്യൻ ഏതാടാ? ഒരാള് റിട്ടേൺസ് ടു ഇന്ത്യ ആഫ്റ്റർ സ്റ്റേ ഓഫ് 8 months ക്യാൻ ബ്രിങ് എത്രയടാ? 6 എന്ന് പറഞ്ഞാൽ 6 to 1 year അല്ലേ? 6 to 1 year ആണെങ്കിൽ ആൻസർ എത്രയടാ? 1 lakh rupees എന്ത് ചെയ്യാം? എന്ത് ചെയ്യണ? ഗുഡ്സ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാം? ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ? GST കൗൺസിലിന്റെ ചെയർമാൻ അഥവാ ചെയർപേഴ്സൺ ആരാടാ? ഇപ്പൊ നിർമ്മല സീതാരാമൻ ആണ്, അതായത് നമ്മളെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണല്ലോ. യെസ്, ഉറപ്പല്ലേ? ഇനി നോക്കുക, റേറ്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ബാഗേജ് കസ്റ്റംസിലെ ബാഗേജിന്റെ ടാക്സ് റേറ്റ് എത്രയാടാ? 35% ആണ്. എത്രയാണ്? 35% കസ്റ്റംസ് ഡ്യൂട്ടി ബാഗേജിന് വരുന്നത്. എ കമ്പനി വിൽ ബി ട്രീറ്റഡ് ആസ് റെസിഡന്റ് ഇന്ത്യൻ കമ്പനി ഇൻ എനി പ്രീവിയസ് ഇയർ ഇഫ്. ഒരു കമ്പനിയെ റെസിഡന്റ് ഇന്ത്യൻ കമ്പനി ആയിട്ട് എപ്പോഴാണ് കണക്കാക്കുക? ഒന്നുകിൽ അത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി ആയിരിക്കണം, ദാറ്റ് ഈസ് ഒന്നുകിൽ അതൊരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അല്ലെ? ഇനി അത് വിദേശത്തുള്ള ഒരു കമ്പനി ആണെങ്കിലും അതിന്റെ പോയം അഥവാ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയും, പോയം. ഓക്കെ, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. POEM എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിലും. അപ്പൊ അതൊരു ഒന്നുകിൽ അത് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ ഈ രണ്ടും ഏതാ? നമ്മൾ ആ കമ്പനിയെ എന്തായിട്ട് കണക്കാക്കും? റെസിഡന്റ് ആയിട്ട് കണക്കാക്കും. അതുകൊണ്ട് ആൻസർ ബോത്ത് A and B ആണ്. ബോത്ത് A and B. ക്ലിയർ? ഇനി GSTR1 എന്ന് പറഞ്ഞാൽ എന്താ? GSTR1 എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ആണ്, അല്ലെ? ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ്, ഒരു ആള് വിറ്റതിന്റെ കണക്കാണ് ഇത് GSTR1 നമുക്ക് മന്ത്ലി ഓപ്ഷനും ഉണ്ട്, ക്വാർട്ടർലി ഓപ്ഷനും ഉണ്ട്. 1.5 കോടി വരെ ടേൺ ഓവറുള്ള ആളുകൾക്ക് ക്വാർട്ടർലി ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ സെയിൽ ആക്ച്വലി മന്ത്ലി ചെയ്യണം, പക്ഷെ നിങ്ങളുടെ ടേൺ ഓവർ 1.5 കോടി വരെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വാർട്ടർലി ഒരു ഓപ്ഷനും ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താ നോക്കാം. GSTR1 ഷുഡ് ബി ഫയൽഡ് ഓൺ 11th of next month.
ബൈ ദ രജിസ്റ്റേർഡ് പേഴ്സൺ. GSTR1 എന്ത് ചെയ്യണം? അടുത്ത മാസം 11 തന്നെ ചെയ്യണം രജിസ്റ്റേർഡ് പേഴ്സൺ. എങ്ങനെയാണെങ്കിൽ വിത്ത് ആനുവൽ ടേൺ ഓവർ അപ് ടു 1.5 കോടിയാണെങ്കിൽ. ആണോ? അല്ല, 1.5 കോടിയാണെങ്കിൽ മന്ത്ലി 11 ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ക്വാർട്ടർ കഴിഞ്ഞ് വരുന്ന 13 ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓരോ ക്വാർട്ടറിലെ ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞ് ജൂലൈ 13, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 13, ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി 13, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 13. അങ്ങനെ ഓരോ ക്വാർട്ടർ കഴിഞ്ഞ് വരുന്ന 13 GSTR1 ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 1.5 കോടിക്ക് താഴെയുള്ളവർക്ക് മാത്രമാണ്. പക്ഷെ ഇവിടെ ചോദിച്ചത് 11 ചെയ്യാൻ പറ്റുള്ളൂ. ആർക്ക്? 1.5 കോടിയുടെ മുകളിലുള്ള ആളുകൾക്ക് ആണല്ലോ. ഗ്രേറ്റർ ദാൻ 1.5 കോടിയാണെങ്കിൽ മന്ത്ലി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ ഈസ് ബി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സസ് ഡിഡ് നോട്ട് സബ്സ്യൂംഡ് അണ്ടർ GST? GSTയിൽ ഉൾപ്പെടുത്താത്തത് ഏതൊക്കെ? സർവീസ് ടാക്സ് GSTയിൽ പോയി, വാറ്റ് GSTയിൽ പോയതാണ് അല്ലെ. സർവീസ് ടാക്സ് GST പോയതാ, വാറ്റും GSTയിൽ ഉൾപ്പെടുത്തി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും GSTയിൽ ഉൾപ്പെടുത്തി, കസ്റ്റംസ് ഡ്യൂട്ടി GSTയിൽ ഉൾപ്പെടുത്തിയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സെക്ഷൻ പഠിക്കോ, അങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കോ? ഇല്ല. അപ്പൊ ഇതെന്ത് ചെയ്തിട്ടില്ല? കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ദ റൈറ്റ് ആൻസർ. GSTയിൽ ഉൾപ്പെടുത്താത്ത ടാക്സ് ചെയ്ത് കസ്റ്റംസ് ഡ്യൂട്ടി ആണല്ലോ. ഇനി GST ഈസ് ഇമ്പോസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് ഓൾ സർവീസസ് ആൻഡ് ഗുഡ്സ് എക്സെപ്റ്റ്. ഞാൻ പറയാറുണ്ട്, ഒരുവിധം എല്ലാ എക്സാമിനും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ. GST എല്ലാ പ്രൊഡക്ട്സും വരുന്നു, എക്സെപ്റ്റ് ചെയ്തടാ ആൽക്കഹോളിക് ലിക്കർ ഫോർ അല്ലെ, എക്സെപ്റ്റ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ അല്ലെ, എക്സെപ്റ്റ് മദ്യം. ഡെഫിനിഷൻ ഒഴിവാക്കിയത് മദ്യമാണ്. നമ്മളെ HP മാൻ അഥവാ ഹൈ സ്പീഡ് ഡീസൽ, പെട്രോളിയം ക്രൂഡ്, മോട്ടോർ സ്പിരിറ്റ്, ആവിയേഷൻ ടർബൈൻ ഫ്യൂൽ, നാച്ചുറൽ ഗ്യാസ്. ഈ അഞ്ച് ഐറ്റം ഏതൊക്കെയാടാ? ഹൈ സ്പീഡ് ഡീസൽ, പെട്രോളിയം ക്രൂഡ്, മോട്ടോർ സ്പിരിറ്റ്, ആവിയേഷൻ ടർബൈൻ ഫ്യൂൽ, നാച്ചുറൽ ഗ്യാസ്. ഭാവിയിൽ ഒരു ദിവസം മുതൽ കൊണ്ടുവരാം എന്നാ പറഞ്ഞിട്ടില്ല, അല്ലാതെ GSTയുടെ ഡെഫിനിഷൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, അത് മേ ബി പിന്നീട് വന്നേക്കാം, പക്ഷെ മദ്യത്തിന് വരില്ല എന്ന് ഉറപ്പാ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷാൾ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ? താഴെ പറയുന്നതിൽ ഏതാണ് സപ്ലൈ അല്ലാത്തത്? ഇത് ആക്ച്വലി ഇന്ററിന്റെ സിലബസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും നമുക്ക് ജസ്റ്റ് പഠിക്കാം. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. സപ്ലൈ ലീസിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പാട്ടത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സപ്ലൈ അല്ലേ? ആണ്. ലൈസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കുക, സപ്ലൈ അല്ലേ? ആണ്. റെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, റെന്റൽ, ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നു, വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നു, ക്യാമറ വാടകയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ സപ്ലൈ അല്ലേ? ആണ്. സെയിൽ ഓഫ് ലാൻഡോ? ലാൻഡ് വിൽക്കുന്നത് സപ്ലൈ ആണോ? GST ഉണ്ടോ? ഇല്ല. ഇത് കഴിഞ്ഞ 2 അറ്റംപ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നോക്കുക, സെയിൽ ഓഫ് ലാൻഡ് ആണെങ്കിൽ GST ഇല്ല. ഇത് നെഗറ്റീവ് ലിസ്റ്റ് എന്നൊക്കെയാ പറയാ. ഇവിടെ നമ്മളെ GSTയിൽ കുറച്ച് നമ്മൾ ഇന്റർലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ലിസ്റ്റ് എന്നാ പറയാ. ഓക്കെ, സെയിൽ ഓഫ് ലാൻഡ്, ലാൻഡ് വിൽക്കുന്നതിന് എന്തേ ഉള്ളൂ? സ്റ്റാമ്പ് ഡ്യൂട്ടിയേ ഉള്ളൂ. എന്തില്ല? GST ഇല്ല, കാരണം അത് സപ്ലൈ അല്ല കേട്ടോ. അപ്പൊ സെയിൽ ഓഫ് ലാൻഡ്, ഈ ഓപ്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, എല്ലാ രാജ്യവും എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കില്ലടാ. എല്ലാ രാജ്യവും എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കും. കാരണം എന്താ? എക്സ്പോർട്ട് കൂടുമ്പോഴാണ് ഫോറിൻ പൈസ ഇന്ത്യയിലേക്ക് വരാം. എക്സ്പോർട്ട് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം ഗവൺമെന്റ് എന്ത് ചെയ്യും? കൂട്ടാൻ നോക്കും. അപ്പൊ എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ, ഞാനൊരു സാധനം ഇറക്കുമതി ചെയ്യുന്ന എന്തിനാ? ഈ പ്രോഡക്റ്റ് ഇങ്ങനെ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടോ, ഇമ്പോർട്ട് ചെയ്ത പ്രോഡക്റ്റ് ഒന്നുകിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തത് റോ മെറ്റീരിയലാ. എന്തിന്? ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് ഈ ഗുഡ്സ് എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യും. അപ്പൊ സിംപ്ലി ഇമ്പോർട്ട് ചെയ്തത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, നമ്മളൊരു സാധനം ഇമ്പോർട്ട് ചെയ്തത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എന്തെടുത്തോളൂ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കണോ? യെസ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം, ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കണം. പക്ഷേ ഗവൺമെന്റ് പറയാണ്, ആ ഡ്യൂട്ടി ഞാൻ ഡ്രോബാക്ക് തിരിച്ചു തരാം. നിങ്ങളത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരാം? നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഡ്യൂട്ടി തിരിച്ചു തരും. അതാണ് ഡ്യൂട്ടി ഡ്രോബാക്ക്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഡ്യൂട്ടി ന്യൂട്രലൈസേഷൻ സ്കീമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. ബട്ട് നമ്മളുടെ ഓപ്ഷനിൽ നമുക്ക് ഏതെടുക്കാം? പോസ്റ്റ് എക്സ്പോർട്ട് ഇൻസെന്റീവ് സ്കീം. കാരണം എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടുകയുള്ളൂ. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ആൻസർ ചെയ്ത് പഠിക്കുക, പോസ്റ്റ് എക്സ്പോർട്ട് ഇൻസെന്റീവ് സ്കീം എന്ന് പഠിക്കുക. ഇനി ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ് അണ്ടർ GST,
അത് എടുത്ത ITC തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചില കേസ് ഉണ്ട് അല്ലേ, ചില കേസില്ലടാ. നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ, നമ്മൾ കോമ്പോസിഷനിലേക്ക് മാറുമ്പോൾ, നമ്മൾ വിറ്റിരുന്ന പ്രോഡക്റ്റ് എക്സംപ്റ്റഡ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എടുത്ത ITC നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. കാരണം ITC എലിജിബിൾ ആയിരുന്ന ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇൻഎലിജിബിൾ ആവുകയാണ്, ഇൻഎലിജിബിൾ. അപ്പം നോക്കാം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ് അണ്ടർ GST, ഇന്റർലെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നോക്കാം. ക്യാപിറ്റൽ ഗുഡ്സ് വിച്ച് ആർ ഹെൽഡ് ഇൻ സ്റ്റോക്ക്, the input tax credit involved in remaining useful life in months shall be computed on pro rata basis, taking the useful life as capital goods in the useful life. എത്രയാടാ, എത്ര capital goods in the useful life? നമ്മൾ എത്ര പറഞ്ഞിട്ടില്ലേ? capital goods in the useful life 5 years ആണ്. ഇത് ഇങ്ങനെ തന്നെ ചോദ്യം വരാം. capital goods in the useful life എത്ര? While computing income under the head business or profession, what is the rate of depreciation for computer including software? നമ്മൾ ബിസിനസ് ഓർ പ്രൊഫഷനിൽ കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ ഡിപ്രീസിയേഷൻ റേറ്റ് എത്രയാണ്? PGBP ഡിപ്രീസിയേഷൻ്റെ റേറ്റ് എത്രയാടാ? 40% ആട്ടോ, 40%. ഓക്കെ, 40% ആണല്ലോ, 40%. ഇനി ഗിഫ്റ്റ്സ് അണ്ടർ ദ ഹെഡ് അതർ ഇൻകം ആർ എക്സംപ്റ്റ്. അതർ ഇൻകത്തിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ എക്സംഷൻ ഉണ്ടോ? സ്പെഷ്യൽ ഒക്കേഷനിൽ കിട്ടിയാലുണ്ട് അല്ലേ, നമ്മൾ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കിട്ടിയാൽ ടാക്സ് ഇല്ല, അതൊരു കാര്യം. അതല്ലാതെ ഗിഫ്റ്റ് അതർ സോഴ്സിൽ 50,000 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. 50,000 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. ഇത് ഇൻകം ഫ്രം സാലറിയിലാണെങ്കിൽ 5,000 രൂപ വരെയാണ് എക്സംഷൻ ഉള്ളത്. 5,000 രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇൻകം ഫ്രം അതർ സോഴ്സിൽ 50,000, ഇൻകം ഫ്രം സാലറിയിൽ 5,000. ഓക്കെ, ഇത് കൂടാതെ പിന്നെ ഉള്ളത് നമ്മൾ ഇതേപോലെ ഗിഫ്റ്റിന്റെ കാര്യം തന്നെ എവിടെ പറയാം? എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുത്താൽ GSTയിൽ എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുത്താൽ 50,000 രൂപ വരെയാണെങ്കിൽ ടാക്സ് ഇല്ല, സപ്ലൈ അല്ല. അപ്പോൾ ഈ 50,000 കുറച്ച് കോമണാണ്. ഓക്കെ, ബട്ട് ഇൻകം ഫ്രം സാലറി ആണെങ്കിൽ 5,000 രൂപ വരെയാണ് എന്തുള്ളൂ? ഇൻകം ടാക്സിൽ എക്സംഷൻ ഉള്ളൂ. ഓക്കെ, ഇനി അൺകമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ ഗവൺമെന്റ് എംപ്ലോയി. എന്താ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ? ഫോർ എക്സാമ്പിൾ മന്ത്ലി പെൻഷൻ. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ ഒരുമിച്ച് കിട്ടിയാൽ, നമ്മൾ റിട്ടയർമെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് പെൻഷൻ ഒരുമിച്ച് കിട്ടുകയെന്ന് വിചാരിച്ചു. ഒരുമിച്ച് കിട്ടിയാൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റാ. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റാ. പക്ഷെ ഇവിടെ പറഞ്ഞ അതല്ല. എന്താ പറഞ്ഞേ? ഇങ്ങനെ പറഞ്ഞടാ, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, അത് ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലാത്ത ആളായിക്കോട്ടെ ഒരു പ്രശ്നമില്ല. അതെന്തെന്നെയാടാ, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ടാക്സബിൾ. ഓക്കെ, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്. മന്ത്ലി പെൻഷൻ ഓൾവേസ് ടാക്സബിൾ എന്ന് ആലോചിച്ചാൽ മതി. ഇനി സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ്. താഴെ പറയുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തത്? കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് യൂഷ്വലി ലെവീഡ് ഓൺ അഡ് വലറം ബേസിസ്. ശരിയാണ്. IGST ഈസ് അപ്ലിക്കബിൾ ബൈ വിർച്യൂ ഓഫ് സെക്ഷൻ 3 സെക്ഷൻ 7 ഓഫ് ദ കസ്റ്റംസ് താരിഫ് ആക്ട് 1975. ഞാൻ പറഞ്ഞു കസ്റ്റംസ് നിയമത്തിൽ കസ്റ്റംസ് ആക്ട് പ്രകാരമാണ്, കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ 12 പ്രകാരമാണ് കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുന്നത്. പക്ഷെ അതിലെ ടാക്സ് റേറ്റ്സ് എത്രയാണ്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാണ്? നമ്മൾ ഏത് ആന്റി ഡംപിങ് ഡ്യൂട്ടി എത്രയാണ്? ഏതാടാ നമ്മളെ സേഫ് ഗാർഡ് ഡ്യൂട്ടി എത്രയാണ്? പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എത്രയാണ്? IGST എന്നൊക്കെ പറയുന്ന ഇതിലാടാ കസ്റ്റംസ് താരിഫ് ആക്ടിലാണ്. കസ്റ്റംസ് താരിഫ് ആക്ട്. കസ്റ്റംസ് താരിഫ് ആക്ടിൽ 2 ഷെഡ്യൂൾ ഉണ്ട്. ഷെഡ്യൂൾ 1 ഇമ്പോർട്ടിന്റെ മുകളിലുള്ള ഡ്യൂട്ടീസ് പറയുന്നു, ഷെഡ്യൂൾ 2 എക്സ്പോർട്ടിന്റെ ഡ്യൂട്ടീസ് പറയുന്നു. അപ്പൊ അതും ശരിയാണ്. ഇനി സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സ്പെസിഫിക് ആണ്, ശരിയല്ലേ? ആണ്. സേഫ് ഗാർഡ് ഡ്യൂട്ടി എപ്പോഴാണ് വരിക? അമിതമായി ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ്, ഒരു പ്രൊഡക്റ്റിന്റെ അമിതമായി ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരിക? സേഫ് ഗാർഡ് ഡ്യൂട്ടി വരിക. ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നുമുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ട് ഇൻഡിവിജ്വലി 3% എക്സീഡ് ചെയ്താൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി വരും അല്ലെ? ഇൻഡിവിജ്വലി നമ്മൾ
ഒരു പ്രോഡക്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഓരോ കൺട്രിയിൽ നിന്നും 3% കൂടുതൽ ഇമ്പോർട്ട് ചെയ്താൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി വരും. ഇനി സേഫ് ഗാർഡ് ഡ്യൂട്ടി വരാത്ത എല്ലാം കൂടെ കൂട്ടുമ്പോൾ അഗ്രിഗേറ്റ് 9 എക്സീഡ് ചെയ്താലും സേഫ് ഗാർഡ് ഡ്യൂട്ടി വരും. അപ്പോൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അമിതമായി ഇമ്പോർട്ട് തടയാൻ വേണ്ടിയിട്ട് ചുമത്തുന്നതാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. എന്താ അമിതം? ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും 3% കൂടുതൽ വാങ്ങിയാലും അമിതമാണ്. മൊത്തം ഡെവലപ്പിംഗ് കൺട്രീസ് നിന്നും 9% കൂടുതൽ വാങ്ങിയാലും അമിതമാണ്. അപ്പോൾ അമിതമാണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി വരും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് സ്പെസിഫിക് അല്ലേ? ആണ്, അതും ശരിയാണ്. അപ്പോൾ ലാസ്റ്റ് എന്താടാ? ബാഗേജ് ഇൻക്ലൂഡ്സ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ത്രൂ കൊറിയറോ? കൊറിയർ ത്രൂ ഇമ്പോർട്ട് ചെയ്യുന്നത് ബാഗേജാ? അല്ല. അപ്പൊ ഇത് തെറ്റാണ്. സോ ദിസ് ഈസ് ദ ആൻസർ. അല്ലെ, നമ്മളോട് ചോദിച്ചത് ഏതാണ് തെറ്റെന്നുള്ളതാണ്. ബാഗേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബാഗേജ് ഇൻക്ലൂഡ്സ് കൊറിയർ ഒന്നും ഒരിക്കലും ബാഗേജ് അല്ല. ബാഗേജ് എന്ന് പറഞ്ഞാൽ എന്താടാ? ബാഗേജ് മീൻസ് കേസ് ഓർ ബാഗ്സ്. അല്ലെ, നമ്മൾ കൊണ്ടുവരുന്ന കേസ് അല്ലെങ്കിൽ ബാഗ്. ഒരു പാസഞ്ചർ കൊണ്ടുവരുന്ന ബാഗേജ് മീൻസ്. ബാഗേജിൽ പിന്നെ പറയുന്നത് എന്താ? ബാഗേജ് ഇൻക്ലൂഡ്സ് അൺഅക്കമ്പനീഡ് ബാഗേജ് എന്ന് പറയുന്നു. എന്താ അൺഅക്കമ്പനീഡ്? ബാഗേജ് ഇൻക്ലൂഡ്സ് അൺഅക്കമ്പനീഡ് ബാഗേജ്. അല്ലേ, ബാഗേജിൽ എന്തും പെടുന്നു? ഞാൻ എൻ്റെ കൂടെ അല്ല, ഞാൻ വരുന്ന ഫ്ലൈറ്റിലല്ല, അതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ തൊട്ട് ശേഷമോ കൊണ്ടുവരുന്നതും പെട്ടി തന്നെയാണ്, ബാഗേജ് ആയിട്ട് തന്നെ കണക്കാക്കും. എക്സ്ക്ലൂഡ്സ് മോട്ടോർ വെഹിക്കിൾ. ബാഗേജിൽ എന്ത് പെടില്ല? വണ്ടി, മോട്ടോർ വെഹിക്കിൾ ഒരിക്കലും എൻ്റെ പെട്ടി എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഡെഫിനിഷൻ ബാഗേജിന്റെ. അല്ലാതെ കൊറിയറിൽ ഗുഡ്സ് കൊണ്ടുവരുന്നൊന്നും ഒരിക്കലും എന്തല്ല? ബാഗേജിൽ പെടില്ല കേട്ടോ. ഒരിക്കലും അതെന്തല്ല? ബാഗേജിൽ പെടില്ല. ഇനി കസ്റ്റംസ് ഡ്യൂട്ടി മെ നോട്ട് ബി ലെവിയബിൾ ഓൺ മോറൽ ഗ്രൗണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തില്ല. മോറൽ ഗ്രൗണ്ട്സ് പ്രകാരം കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തില്ല. എപ്പോഴാ കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താതിരിക്കുക? വേർ ഇൻ ട്രാൻസിറ്റ് ഗുഡ്സ് ആർ ഡാമേജ്ഡ് ഓർ ഡിറ്റീരിയോറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഗുഡ്സ് കൊണ്ടുവരുമ്പോൾ അത് നശിച്ചു, ഡാമേജ് ആയി, അല്ലെങ്കിൽ അതിന്റെ റിഡക്ഷൻ ഇൻ ക്വാളിറ്റി ഡ്യൂ ടു നാച്ചുറൽ കോസസ്, അതാണ് ഡിറ്റീരിയോറേഷൻ എന്ന് പറയാം. നമ്മൾ അതിന്റെ നാച്ചുറൽ കോസ് കാരണം അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു, ഇനി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി. അങ്ങനെയാണെങ്കിൽ ഇനി കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തണോ? ഒരു മൊറാലിറ്റി, ഒരു ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സാധനം നശിച്ചു പോയില്ലടാ, ഇനി അതിന് കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തണോ? വേണോ? വേണ്ടല്ലോ. അപ്പൊ അതൊക്കെ. രണ്ടാമത്തെ എന്താ? വേർ ഗുഡ്സ് ഹാവ് റീച്ച്ഡ് ദ ഇന്ത്യൻ സോയിൽ. ഇന്ത്യൻ സോയിൽ എത്തിയാൽ കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തില്ല എന്നാണോ? ചുമത്തും. അത് ടെസ്റ്റിലുണ്ട്. വേർ ഗുഡ്സ് ഹാവ് നോട്ട് ബീൻ റീച്ച്ഡ് ദ ഇന്ത്യൻ സോയിൽ. ഗുഡ്സ് ഇന്ത്യയിൽ എത്തിയിട്ട് പോലും ഇല്ല, ഗുഡ്സ് ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തില്ല. അതൊക്കെ. പക്ഷെ ഇവിടെ എഴുതിയത് വേർ ഗുഡ്സ് ഹാവ് റീച്ച്ഡ് ദ ഇന്ത്യൻ സോയിലാണ്. പിന്നെ ബോത്ത് എ ആൻഡ് ബി തന്നു. അപ്പൊ ഹാവ് നോട്ട് റീച്ച്ഡ് എന്നല്ല എഴുതിയിട്ടില്ലേ, ഹാവ് റീച്ച്ഡ് ദ ഇന്ത്യൻ സോയിൽ, ഇന്ത്യയിൽ എത്തി എന്നാണ്. അപ്പൊ എ ആണ് ആൻസർ കേട്ടോ. ഏതാ വരിക? എ. ഇന്ത്യയിൽ എത്തിയില്ല എന്ന് പറഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി വരുമായിരുന്നു. പക്ഷെ ഇത് അതല്ല, ട്വിസ്റ്റ് ആക്കിയതാണ്. ഇനി ഇൻ കേസ് ഓഫ് പ്രൊഫഷണൽ ഇൻകം, ഇപ്പൊ എന്റെയൊക്കെ പ്രൊഫഷണൽ ഇൻകത്തിന് അക്കൗണ്ട്സ് ഹാവ് ടു ബി ഓഡിറ്റഡ് ഇഫ് ഗ്രോസ് റെസീപ്റ്റ്സ് എക്സീഡ്. എപ്പോഴാ? പ്രൊഫഷണൽ ഇൻകം ആണെങ്കിൽ അക്കൗണ്ട്സ് എപ്പോഴാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്? 50 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെസീപ്റ്റ് ഉണ്ടെങ്കിൽ എന്നാ പറയാം. 50 ലക്ഷത്തിൽ കൂടുതൽ റെസീപ്റ്റ് ഉണ്ടെങ്കിൽ പ്രൊഫഷണൽസിന്റെ ബുക്സ് എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യണം. ബിസിനസ് ആണെങ്കിൽ 1 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്റ് ചെയ്യേണ്ടത്, ബിസിനസ് ആണെങ്കിൽ. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ഡ്യൂ ഡേറ്റ് ടു ഫയൽ ITR-1? ITR-1 ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് ഏതാണ്? 31 ജൂലൈ അല്ലെ? ഇൻകം ടാക്സ് റിട്ടേൺ 1 ഏതാടാ? സഹജ്. ITR-1 എന്ന് പറയും സഹജ് അല്ലെ? 31 ജൂലൈയിലാണ് ചെയ്യുക. ഇനി അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് വിച്ച് ഹെഡ് ഓഫ് ഇൻകം? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ എക്സ്പെൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അല്ലെ? എക്സ്പെൻസ് കൂടുമ്പോൾ ഇൻകം കുറയും. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെൻസ് ആണ്. ഈ ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് ഏതൊക്കെ ഹെഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഏതിലൊക്കെ പറ്റും? സാലറിയിൽ പറ്റുമോ? ഇല്ല, സാലറിയിൽ ഒരിക്കലും ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ പറ്റില്ല. PGVPയിൽ പറ്റില്ലേ? പറ്റും. ഹൗസ് പ്രോപ്പർട്ടിയിൽ പറ്റില്ലേ? പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് എനി ഹെഡ് ഓഫ് ഇൻകം അതർ ദാൻ സാലറി ആണ്. സാലറി അല്ലാത്ത ഏത് ഹെഡിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യാം. എനി ഹെഡ് ഓഫ് ഇൻകം അതർ ദാൻ സാലറി നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം.
കത്തിയിട്ടുണ്ട്. ഇനി ലെവി ഓഫ് ഇൻഡയറക്ട് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് മേ നീഡ് ടു. ഇൻഡയറക്ട് ടാക്സ് ചുമത്തുമ്പോൾ ഗുഡ്സിനും സർവീസിനും മുകളിൽ ഇൻഡയറക്ട് ടാക്സ് ചുമത്തുമ്പോൾ വില കൂടില്ലടാ, പണപ്പെരുപ്പം ഉണ്ടാവില്ലേ, ഇൻഫ്ലേഷൻ ഉണ്ടാവും, വിലക്കയറ്റമൊക്കെ ഉണ്ടാവും. ഇനി എക്സ്പാൻഡ് AOP. AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. BOI എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ തരും കേട്ടോ, അതൊന്നല്ലേ. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് നമ്മൾ പഠിക്കുന്ന ടാക്സ് ആണ്. AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺ, BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇനി ഓർഡർ ഓഫ് ഇമ്പോസിംഗ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഈസ് അപ്പീലബിൾ ടു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇല്ലടാ, ഡംപ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇടുന്നു. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അപ്പീൽ എവിടെയാണ് കൊടുക്കാൻ പറ്റുക? ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ആണോ? അല്ല, അത് ഇൻകം ടാക്സിന്റെ കേസുകളിലേക്ക് ഉള്ളതാ. സുപ്രീം കോർട്ട് ആണോ? സുപ്രീം കോടതി അല്ല. ഹൈക്കോടതി അല്ല. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ആണോ? GSTAT എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, അത് തന്നെയാണ് ജസ്റ്റാറ്റ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ GSTAT അഥവാ ജസ്റ്റാറ്റ് എന്ന് പറയും. ഇതാണോ? അല്ല. അപ്പൊ ഇതിൽ ആക്ച്വലി കറക്റ്റ് ഓപ്ഷൻ ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞു തരാം. ഇത് നമ്മൾ മാറ്റിയിട്ട് സെൻട്രൽ കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ആണ്, അല്ലാതെ GST ട്രിബ്യൂണൽ അല്ല. GST ട്രിബ്യൂണൽ GSTയുടെ കേസുകൾ കേൾക്കാനാ. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി കസ്റ്റംസിലാ. അപ്പൊ അതില് സെസ്റ്റാറ്റ് എന്നാണ് പറയാ, സെസ്റ്റാറ്റ്. ഇനി ഇവർ ഉദ്ദേശിച്ചത് ഇവിടെ C ഇട്ടിട്ട് അങ്ങനെയാണോ എന്നറിയില്ല. ബട്ട് എന്തായാലും ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഇല്ല ആൻസറിൽ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, സെസ്റ്റാറ്റ് ആണ് കേട്ടോ. ദെൻ വെൻ എ പേഴ്സൺ ഹാവിങ്, അങ്ങനെ നമ്മൾ ഇത് A ആണെന്ന് വിചാരിക്കുക. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലാണ്, മിസ്റ്റേക്ക് പറ്റിപ്പോയതായിരിക്കും. ദെൻ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലാണ് തന്നിട്ടുള്ളത്, അത് മിസ്റ്റേക്ക് പറ്റിയതാണ്, സെസ്റ്റാറ്റ് ആണ്. കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇനി വെൻ എ പേഴ്സൺ ഹാവിങ് അഗ്രികൾച്ചർ ലാൻഡ് സെൽസ് ദ സീഡ്സ് ടേക്കൺ ഫ്രം സച്ച് ലാൻഡ്സ് ഇൻ എ നഴ്സറി വിച്ച് ഇസ് പാർട്ട് ഓഫ് ദ സെഡ് ലാൻഡ്. ഏതാ പറയുന്നത്? ഒരു പേഴ്സൺ അയാളുടെ അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് എന്ത് ചെയ്തു? കിട്ടിയ സീഡ്സ് അല്ലെ. എ പേഴ്സൺ ഹാവിങ് അഗ്രികൾച്ചർ ലാൻഡ് സെൽസ് ദ സീഡ്സ് ഫ്രം സച്ച് ലാൻഡ് ഇൻ എ നഴ്സറി. ആ നഴ്സറിയിലുള്ള ലാൻഡിൽ നിന്നും കുറച്ച് സീഡ്സ് കിട്ടി, അത് വിൽക്കുകയാണെങ്കിൽ ഇൻകം ഫ്രം സച്ച് സെയിൽ ഈസ് ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. എന്തായിട്ട് കണക്കാക്കും? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. ഇനി വാട്ട് ഈസ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്? അഡ്വാൻസ് ടാക്സിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എപ്പോഴാണ് അടയ്ക്കുക? അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ് അടയ്ക്കുക? ഈ വർഷത്തെ ടാക്സ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം. ആക്ച്വലി അസസ്മെന്റ് ഇയറിലാണ് അടയ്ക്കേണ്ടതുള്ളൂ. ഈ വർഷത്തെ ടാക്സ് ആക്ച്വലി അടയ്ക്കേണ്ടത് അടുത്ത വർഷമാണ്. പക്ഷെ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ, പെട്ടെന്ന് ടാക്സ് കിട്ടാൻ വേണ്ടി അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അഡ്വാൻസ് ടാക്സ്? അഡ്വാൻസ് ടാക്സ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങളുടെ ടാക്സിന്റെ ഇത്ര പെർസെൻറ്റേജ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം. എങ്ങനെയാ പറഞ്ഞല്ലേ? അതിൽ 15% ഓഫ് ടാക്സ് നിങ്ങൾ ആദ്യം ഏതടാ ക്വാർട്ടർ തുടങ്ങിയ എവിടെയാ? ഏപ്രിൽ മെയ് ജൂൺ അല്ലെ. ഏപ്രിൽ മെയ് ജൂൺ. ജൂൺ 15 നിങ്ങൾ എന്ത് ചെയ്യണം? 15% ഓഫ് ടാക്സ് അടയ്ക്കണം അല്ലെ. ഈ വർഷം ജൂൺ 15 ആകുമ്പോഴേക്കും നിങ്ങൾ ഈ വർഷം ടോട്ടൽ അടയ്ക്കേണ്ട ടാക്സിന്റെ 15% അടയ്ക്കണം. അതാണ് അഡ്വാൻസ് ടാക്സ്. ഇനി 45% എപ്പോൾ അടയ്ക്കണം? ജൂലൈ രണ്ടാമത്തെ ക്വാർട്ടർ ഏതാ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സെപ്റ്റംബർ 15. ഓരോ ക്വാർട്ടർ കഴിയുന്ന അവിടെ പിടിക്കുക, അതിന്റെ 15. ഓക്കെ. ഇനി 75% ഓഫ് ടാക്സ് നിങ്ങൾ എപ്പോൾ അടച്ചിരിക്കണം? അത്രേ സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ 15. ഡിസംബർ 15. ഇനി 100% ഓഫ് ടാക്സ് എപ്പോൾ അടയ്ക്കണടാ? എപ്പോൾ അടയ്ക്കണം? മാർച്ച് 15 ആകുമ്പോഴേക്കും അടയ്ക്കണം. ഇതാണ് അഡ്വാൻസ് ടാക്സിന്റെ കൺസെപ്റ്റ് അല്ലെ. ഇവിടെ ചോദിച്ചത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, അതായത് രണ്ടാമത്തെ എപ്പോഴാണ് അടയ്ക്കുക? രണ്ടാമത്തെ എപ്പോഴാണ് അടയ്ക്കുക? സെപ്റ്റംബർ 15 നോക്കിയടാ. സെപ്റ്റംബർ 15 എവിടെ? വാട്ട് ഈസ് ദ ഡ്യൂ ഡേറ്റ് ഉണ്ടോ? സെപ്റ്റംബർ 15. യെസ്, 15th സെപ്റ്റംബർ ഓഫ് പ്രീവിയസ് ഇയർ. അതാണ് വരിക.
ഇനി ജി എസ് ടി രജിസ്ട്രേഷൻ ഈസ് 80. ജി എസ് ടി രജിസ്ട്രേഷൻ ഈസ് ആധാർ ബേസ്ഡ് ആണോ, പാൻ ബേസ്ഡ് ആണോ, പാസ്പോർട്ട് ബേസ്ഡ് ആണോ, നൺ ഓഫ് ദി അബോവ് ആണോ? ജി എസ് ടി രജിസ്ട്രേഷൻ ഈസ് പാൻ ബേസ്ഡ് ആണ് അല്ലേ. ജി എസ് ടി നമ്പറിലെ ആദ്യത്തെ 2 ഡിജിറ്റ് കഴിഞ്ഞാൽ ജി എസ് ടി നമ്പർ ടോട്ടൽ എത്രയാടാ? ജി എസ് ടി IN എന്ന് പറയുന്നത് എത്ര ഡിജിറ്റാ? 15 ഡിജിറ്റ്സാ അല്ലേ. അതിൽ ആദ്യം സ്റ്റേറ്റ് കോഡാ തുടങ്ങുക. 32 കഴിഞ്ഞാൽ പിന്നുള്ളത് എന്താടാ? പിന്നെ 10 ഡിജിറ്റ് എന്താ? പാൻ നമ്പറാ അല്ലേ. പാൻ നമ്പർ ആണല്ലോ. പിന്നെ ഫോർ എക്സാമ്പിൾ 1 സെഡ് ഇങ്ങനെ സെഡ് ഡിഫോൾട്ട് അങ്ങനെ വരും ആണല്ലോ. സോ ജി എസ് ടി നമ്പർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഡിജിറ്റ്. ജി എസ് ടി ഈസ് എ പാൻ ബേസ്ഡ് അല്ലെ. ജി എസ് ടി രജിസ്ട്രേഷൻ ഈസ് പാൻ ബേസ്ഡ്. ഇനി ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് IGST ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് വൺ ഓഫ് ദ ഫോളോയിങ് ഷാൾ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ വാല്യൂ ഫോർ കമ്പ്യൂട്ടേഷൻ. വാല്യൂ ഓഫ് സപ്ലൈ IGST കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂവിൽ താഴെ പറയുന്നതിൽ എന്ത് ഉൾപ്പെടുത്തില്ല. എടാ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ പറഞ്ഞു, ജി എസ് ടിയിൽ വാല്യൂ ഓഫ് സപ്ലൈ പറഞ്ഞു. വാല്യൂ ഓഫ് സപ്ലൈയിൽ ട്രാൻസാക്ഷൻ വാല്യൂ അഥവാ വിറ്റ വില അല്ലെങ്കിൽ വാങ്ങിയ വില, പ്രൈസ് പെയ്ഡ് ഓർ പേബിൾ ഫോർ ദ സപ്ലൈ, ആ വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഐറ്റം ഏതൊക്കെയാ? നമ്മൾ കോഡൊക്കെ വെച്ചിട്ടാണ് പഠിച്ചത്. അത് നിങ്ങൾ പലതായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ട് ഞാൻ കോഡ് പറയുന്നില്ല. ഓരോന്ന് ഒന്ന്, എല്ലാ ടാക്സുകളും ഡ്യൂട്ടീസും സെസ്സും സർചാർജും ഫീസും ഒക്കെ ആഡ് ചെയ്യണം, എക്സെപ്റ്റ് ജി എസ് ടി ആൻഡ് ജി എസ് ടി കോമ്പൻസേഷൻ സെസ്. കാരണം വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുന്ന എന്തിനാ വാല്യൂ കാണുന്നേ? ആ വാല്യൂവിന്റെ മുകളിലാണ് ജി എസ് ടി ചുമത്തുക. നമ്മൾ 200 രൂപയുടെ ബിരിയാണി വിറ്റു എന്ന് പറഞ്ഞാൽ ആ 200 രൂപ വാല്യൂവിന്റെ മുകളിലാണ് ജി എസ് ടി ചുമത്തുക അല്ലെ. അപ്പൊ അതിൽ ജി എസ് ടി ആഡ് ചെയ്യൂ? അതിൽ ജി എസ് ടി കോമ്പൻസേഷൻ സെസ് ആഡ് ചെയ്യൂ? ഇല്ല. അപ്പൊ ജി എസ് ടി കണ്ടുപിടിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയാം. അതിൽ ഒരിക്കലും ജി എസ് ടിയും ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സും ഉൾപ്പെടുത്തില്ല. സോ ഇതാ. അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈയിൽ എല്ലാ ടാക്സും ഡ്യൂട്ടീസും സെസ്സും സർചാർജും ഫീസും ഒക്കെ പെടും, എക്സെപ്റ്റ് ജി എസ് ടി ആൻഡ് ജി എസ് ടി കോമ്പൻസേഷൻ സെസ്. ജി എസ് ടി കോമ്പൻസേഷൻ സെസ് പെടില്ല. ദെൻ തേർഡ് പാർട്ടി പേയ്മെന്റ്, കടക്കാരൻ ഒരു സാധനം വിറ്റിട്ട് നിങ്ങളെ കൊണ്ട് വേറൊരാൾക്ക് പൈസ കൊടുപ്പിച്ചാൽ അതും ആഡ് ആക്കും. ദെൻ ഇൻസിഡന്റൽ എക്സ്പെൻസസ് സച്ച് ആസ് പാക്കിംഗ് ചാർജ്, ലോഡിംഗ് ചാർജ്, ഇങ്ങനത്തെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചാർജുകളും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യും. പാക്കിംഗ് ചാർജ് ഒക്കെ വാല്യൂവിൽ ആഡ് ചെയ്യും. ദെൻ ഇൻട്രസ്റ്റ്, പെനാൾട്ടി, ലേറ്റ് ഫീസ് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. സബ്സിഡി എക്സെപ്റ്റ് ഗവൺമെന്റ് സബ്സിഡി, സബ്സിഡി അതർ ദാൻ ഗവൺമെന്റ് സബ്സിഡി, ഗവൺമെന്റ് സബ്സിഡിയും വാല്യൂവിൽ ആഡ് ചെയ്യില്ല. അപ്പൊ ജി എസ് ടി കോമ്പൻസേഷൻ സെസ് ആഡ് ചെയ്യില്ല. പിന്നെ ആഡ് ചെയ്യാത്ത ഒരു ഐറ്റം ആണ് ഇത്. വാല്യൂ സപ്ലൈയിൽ എന്ത് പെടില്ലടാ? ജി എസ് ടി ആൻഡ് ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്തിൽ പെടില്ല? വാല്യൂ സപ്ലൈയിൽ പെടില്ല. അതേപോലെ തന്നെ ഗവൺമെന്റ് സബ്സിഡിയും എന്തിൽ പെടില്ല? വാല്യൂ സപ്ലൈയിൽ പെടില്ല. ഈ രണ്ടെണ്ണം ഓർത്തു വെക്കാം. ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്നല്ലേ, ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സും ഗവൺമെന്റ് സബ്സിഡിയും ഏതിൽ പെടില്ല? ജി എസ് ടി കണ്ടുപിടിക്കുന്ന വാല്യൂ സപ്ലൈയിൽ പെടില്ല. കാരണം അത് കണ്ടുപിടിക്കാനാണ് ഈ വാല്യൂ. ഓക്കെ. അപ്പൊ സോഷ്യൽ വെൽഫെയർ സർചാർജ് പെടും, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പെടും, ബാക്കി എല്ലാ ടാക്സും പെടും. ജി എസ് ടി കോമ്പൻസേഷൻ സെസ് ഒഴികെയുള്ള ബാക്കി എല്ലാം പെടും. എന്റർടൈൻമെന്റ് ടാക്സ് ആവട്ടെ, സോഷ്യൽ വെൽഫെയർ സർചാർജ് ആവട്ടെ, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആവട്ടെ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആവട്ടെ, എല്ലാതിൻ്റെയും മുള്ള ജി എസ് ടി. ഇനി മാക്സിമം ലിമിറ്റ് ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 TTA, ഇൻട്രസ്റ്റിന്റെ ഡിഡക്ഷൻ ആണ് 80 TTA എന്ന് പറഞ്ഞാൽ 10,000 ആണ് കേട്ടോ. 10,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക്, നമ്മൾ സേവിങ്സ് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 10,000 രൂപ വരെ എന്തുണ്ട്? എക്സംഷൻ ഉണ്ട്. ദെൻ പേഴ്സണൽ എഫക്റ്റ് ഡു നോട്ട് കവർ. പേഴ്സണൽ എഫക്റ്റിൽ എന്തൊക്കെയാ പെടുക? എന്താ പേഴ്സണൽ എഫക്റ്റ്? ഒരാൾ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്ന മൂവബിൾ പ്രോപ്പർട്ടീസിനെയാണ് എന്തെന്ന് പറയാ? പേഴ്സണൽ എഫക്റ്റ് എന്ന് പറയാം. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ പേഴ്സണൽ എഫക്റ്റ് ഡു നോട്ട് കവർ ദ ഫോളോയിങ്, താഴെ പറയുന്നത് പെടില്ല എന്ന് പറയുന്നത് ഏതൊക്കെ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പെടുവോ? ഇല്ല. ഡ്രോയിങ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻസ് ഒക്കെ, അതേപോലെ ജ്വല്ലറി ഒക്കെ എടുത്തൊഴിവാക്കിയാണ്. ഇതൊന്നും പേഴ്സണൽ എഫക്റ്റിൽ പെടില്ല. അപ്പൊ ഇത് പെടില്ല, ഇതും പെടില്ല, ഇതും പെടില്ല. അപ്പൊ ആൻസർ ഏതാ? ഓൾ ദി അബോവ്. പേഴ്സണൽ എഫക്റ്റിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പെടില്ല, ഡ്രോയിങ്സും പെടില്ല, ജ്വല്ലറിയും പെടില്ല. ഇനി എ ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് റെന്റഡ് ഫോർ ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദ ഇയർ ഈസ് കൺസിഡേർഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഒരു ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ എന്തിനു കൊടുത്തു? റെന്റിന് കൊടുത്തു.
അത് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് കുറച്ച് സമയം അങ്ങനെ കൊടുത്താൽ അത് ഹൗസ് പ്രോപ്പർട്ടി അണ്ടർ മോർട്ട്ഗേജ് ആണോ? ലോൺ ഇട്ട വീട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണോ? നമ്മൾ താമസിക്കുന്ന വീടാണോ? അല്ല. ഏതാടാ? ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി അല്ലെ? നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്താൽ അതിനെന്താ പറയാ? ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇനി ബിൽ ഓഫ് എൻട്രി ഓർ ഷിപ്പിംഗ് ബിൽ ഷുഡ് ബി ഇൻ ഓൾ കേസസ് മാനുവലി സബ്മിറ്റഡ്, ഇലക്ട്രോണിക്കലി സബ്മിറ്റഡ്, മാനുവലി ഓർ ഇലക്ട്രോണിക്കലി സബ്മിറ്റഡ്, നൺ ഓഫ് ദി അബവ്. ബിൽ ഓഫ് എൻട്രി അഥവാ ഷിപ്പിംഗ് ബില്ല് നോർമലി എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുക? ഓൾ കേസസ് നമ്മൾ ഇലക്ട്രോണിക്കലി ആണ് സബ്മിറ്റ് ചെയ്യുക. എക്സെപ്റ്റ് വളരെ ചില കേസ് എക്സ്ട്രീം കേസിൽ മാത്രം മാനുവൽ ഉണ്ട്, ബട്ട് നോർമലി ഇലക്ട്രോണിക്കലി ആണ് കേട്ടോ. ദെൻ അണ്ടർ ദ കസ്റ്റംസ് ആക്ട് ഡാഷ് മീൻസ് ദ കമ്പയറബിൾ പ്രൈസ് ഇൻ ദ ഓർഡിനറി കോസ്റ്റ് ഓഫ് ട്രേഡ്. കസ്റ്റംസ് നിയമപ്രകാരം നോർമലി ഓർഡിനറി കോസ്റ്റിൽ വിൽക്കുന്ന കമ്പയറബിൾ പ്രൈസിന് എന്തെന്ന് പറയും? ഏതാ? ഇമ്പോർട്ട് പ്രൈസ് ആണോ? ഇറക്കുമതി ചെയ്ത വിലയാണോ? അല്ല. എക്സ്പോർട്ട് പ്രൈസ് ആണോ? അല്ല. അസബിൾ വാല്യൂ ആണോ? അല്ല. നോർമൽ വാല്യൂ ആണ്. എന്ന് നേരത്തെ പറഞ്ഞു, അമേരിക്കയിലുള്ള ആൾ അമേരിക്കയിൽ നോർമലി വിൽക്കുന്ന അയാളുടെ ഓർഡിനറി കോസ്റ്റ് ഓഫ് ട്രേഡിൽ വിൽക്കുന്ന വിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ വാല്യൂ. എന്താ പറയാ? നോർമൽ വാല്യൂ. ഇനി ഇമ്പോർട്ടർ ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ്. ഒരു ഇമ്പോർട്ടർ ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? അണ്ടർ സെക്ഷൻ 46 ഓഫ് കസ്റ്റംസ് ആക്ട് എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഷിപ്പിംഗ് ബില്ല് ഇമ്പോർട്ടിന്റെ ഡോക്യുമെന്റ് ആണോ? അല്ല. എക്സ്പോർട്ടിന്റെ ഡോക്യുമെന്റാ. അപ്പൊ അതല്ല. ഇമ്പോർട്ട് മാനിഫെസ്റ്റ്, ഇമ്പോർട്ട് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ക്യാപ്റ്റന്മാര് അല്ലെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് ചെയ്യേണ്ടതാ. കപ്പിത്താൻ, ഇപ്പൊ കപ്പലാണെങ്കിൽ ക്യാപ്റ്റൻ ചെയ്യേണ്ടതാണ് ഇമ്പോർട്ട് റിപ്പോർട്ട്. അപ്പോ ബിൽ ഓഫ് എൻട്രി ആണ് ഇമ്പോർട്ടർ, ഇറക്കുമതി ചെയ്യുന്ന ആള് ബിൽ ഓഫ് എൻട്രി ആണ് ചെയ്യേണ്ടത്. ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ അല്ലെങ്കിൽ ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസിംഗ് എന്നൊക്കെ പറയുന്ന ബിൽ ഓഫ് എൻട്രി ആണ് ആര് ചെയ്യേണ്ടത്? ഇമ്പോർട്ടർ ചെയ്യേണ്ടത്. ഇനി while computing income from other source, deduction is not allowed to the assessee for. ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ ഡിഡക്ഷൻ സമ്മതിക്കില്ല. ഏതിനൊക്കെ? പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ പേഴ്സണൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും പറ്റില്ല. പേഴ്സണൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ടാക്സ് കുറയ്ക്കാൻ പറ്റുമോ? ഇൻകം ഫ്രം അതർ സോഴ്സിന് ഡയറക്റ്റ്, അതൊരു ഡയറക്റ്റ് ടാക്സ് അല്ലേ? ഡയറക്റ്റ് ടാക്സ് കുറയ്ക്കാൻ പറ്റും? ഇല്ല. ഇൻട്രസ്റ്റ് പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് TDS. ഇന്ത്യയുടെ പുറത്ത് ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ട് വിത്തൗട്ട് TDS. അതിന്റെ ഡിഡക്ഷനാ? നോ. സോ ഓൾ ദി അബോവ്. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതർ സോഴ്സ് ഇതൊന്നും നമുക്ക് കുറയ്ക്കാൻ യാതൊരു ഓപ്ഷനും ഞാൻ പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. ഇനി ദ ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഷാൾ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം ഡാഷ്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഏതാടാ ഫോം? നമുക്ക് 3 ലെഡ്ജർ ഉണ്ട് അല്ലെ? ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറയും. ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. ഇതിലാണ് നമ്മൾ എല്ലാ ലയബിലിറ്റിയും കാണിക്കുക. ഇതിന് നമ്മൾ GST PMT 01 എന്ന് പറയും. 01. ദെൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഉണ്ട്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇതിലാണ് നമ്മൾ ITC കാണിക്കുക. ITC കാണിക്കുന്ന ലെഡ്ജർ. ഇതാണ് നമ്മൾ GST PMT 02 എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് കാണിക്കുന്ന ലെഡ്ജർ ആണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അങ്ങനെ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് 3 ലെഡ്ജർ ഉണ്ടാവും. ഓക്കെ, ഒന്നിനെ രജിസ്റ്റർ എന്നാ പറയാ. ലയബിലിറ്റി രജിസ്റ്റർ, ക്രെഡിറ്റ് ലെഡ്ജർ, ക്യാഷ് ലെഡ്ജർ. ക്യാഷ് ലെഡ്ജറിന്റെ ഫോമാണ് GST PMT 05. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പൊ ഏതാണ് GST? നമ്മൾ ചോദിച്ചേതാ? ദി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഷാൾ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം ഏതാ? PMT 5 ആണ്. ക്രെഡിറ്റ് ചോദിച്ചാൽ 2, ലയബിലിറ്റി 1, ക്രെഡിറ്റ് 2, ക്യാഷ് 5. ഇവിടെ ക്യാഷ് ആണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഇത് 5. ഓക്കെ. ഇനി a person who is liable to pay tax under section 50 subsection 1 and fails to pay the tax or a part thereof to the government. ഗവൺമെന്റിലേക്ക് ഒരാൾ ടാക്സ് അടയ്ക്കാനുണ്ടായിരുന്നു, അത് അടച്ചില്ല അല്ലെങ്കിൽ ഒരു പാർട്ട് അടച്ചില്ല എങ്കിൽ he shall pay interest at the rate of. പലിശ എത്രയാണ്? ഗവൺമെന്റിലേക്ക് എത്ര പലിശ അടയ്ക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് എത്ര അടയ്ക്കേണ്ടി വരും? 18% ആണ് വരിക. ഓക്കെ, 18% ഇൻട്രസ്റ്റ് വരും. ഓക്കെ, നമ്മൾ ടാക്സ് അടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ 18% ഇൻട്രസ്റ്റ് വരും.
ഇനി ഇൻകം ടാക്സിൽ TDS റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യുക? ഇൻകം ടാക്സിൽ TDS റിട്ടേൺ ഈസ് ഫയൽഡ് ഓൺ എന്നാടാ? TDS റിട്ടേൺ മന്ത്ലി ബേസിസ് ആണോ, ക്വാർട്ടർലി ബേസിസ് ആണോ, ഹാഫ് ഇയർലി ആണോ, ആനുവലി ആണോ? TDS റിട്ടേൺ ആണ് ചോദിക്കുന്നത് കേട്ടോ, ഇൻകം ടാക്സ് റിട്ടേൺ അല്ല. ഇൻകം ടാക്സിൽ ഓരോരുത്തരും, നമ്മളിപ്പോൾ സൈലം എനിക്ക് ഫീസ് തരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? TDS പിടിക്കുന്നുണ്ട്. അതേപോലെ എല്ലാവരും TDS പിടിക്കും. ആ TDS പിടിച്ചതിന്റെ കണക്ക് എപ്പോൾ ഫയൽ ചെയ്യണം? മന്ത്ലി ചെയ്യണോ? വേണ്ട, അത് ക്വാർട്ടർലി ആണ് ചെയ്യുക. എങ്ങനെ ചെയ്യുക? ക്വാർട്ടർലി. സോ ക്വാർട്ടർലി ഈസ് ദ റൈറ്റ് ആൻസർ. Then what is the rate of tax for income arising of short-term capital gain? ഷോർട്ട്-ടേം ക്യാപിറ്റൽ ഗെയിൻ നോർമലി നമ്മളെ സ്ലാബിലേക്ക് ഉൾപ്പെടുത്തുക ചെയ്യുക. പക്ഷേ സ്പെഷ്യൽ ചില കാര്യങ്ങളുണ്ട്. ചില ഷോർട്ട്-ടേം ക്യാപിറ്റൽ ഗെയിൻ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഷോർട്ട്-ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അതിന് 15% ആണ് ടാക്സ് റേറ്റ്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റേറ്റ് ഓഫ് ടാക്സ് ഫോർ ഇൻകം അറൈസിങ് ഔട്ട് ഓഫ് ഷോർട്ട്-ടേം ക്യാപിറ്റൽ ഗെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ 15% ആണ്. എത്രയാടാ? 15%. ഓക്കെ ആണോ? റെഡി? ഇനി റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. റിബേറ്റ് ആർക്കാടാ കിട്ടുക? റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇളവ്. നമുക്കറിയാം 7 ലക്ഷം വരെ ഇൻകം ഉള്ള ആളുകൾക്ക് ഇപ്പൊ ടാക്സ് ഒന്നും അടയ്ക്കണ്ട. ആക്ച്വലി എക്സംഷൻ ലിമിറ്റ് കാരണമല്ല, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, നിങ്ങൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, അതിൽ നമുക്ക് ബേസിക് കണ്ടീഷൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലാണ് നിങ്ങൾ എന്താവുക? റെസിഡന്റ് ആവുക. ഒരാൾ റെസിഡന്റ് ആവണമെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആവണമെങ്കിൽ കഴിഞ്ഞ വർഷം 182 ദിവസമോ കൂടുതലോ അയാൾ ഇന്ത്യയിൽ ഉണ്ടാവണം. അതായത് പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസത്തിൽ കൂടുതലും പ്ലസ് കഴിഞ്ഞ 4 വർഷത്തിൽ 365 ദിവസത്തിൽ കൂടുതലും ഉണ്ടെങ്കിലാണ് ഒരാളെ റെസിഡന്റ് എന്ന് പറയാം. ഓക്കെ, ഒന്നുകിൽ കഴിഞ്ഞ അസസ്മെന്റ് ഇയർ എന്നാണ് നമ്മൾ നോക്കുക, പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷം 182 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അയാൾ റെസിഡന്റാണ്. അല്ലെങ്കിൽ അയാൾ കഴിഞ്ഞ വർഷം 60 ദിവസത്തിൽ കൂടുതൽ വേണം, കഴിഞ്ഞ 4 കൊല്ലത്തിൽ 365 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അയാൾ റെസിഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് റിബേറ്റ് കിട്ടും. റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇളവാണ്. അപ്പോൾ ആക്ച്വലി 2.5 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ നമ്മൾ സ്ലാബ് സ്റ്റാർട്ട് ആവും. പക്ഷെ 7 ലക്ഷം വരെ ഇൻകമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണ്ട? ടാക്സ് ഒന്നും അടയ്ക്കേണ്ട, കാരണം അവിടെ ഇളവ് കിട്ടും, റിബേറ്റ് കിട്ടും. അപ്പോൾ ആ റിബേറ്റ് ആർക്കേ കിട്ടുള്ളൂ? റെസിഡന്റ് ഇൻഡിവിജ്വലിനെ കിട്ടുള്ളൂ. അതിന്റെ കമ്പ്യൂട്ടേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എക്സാമിലേക്ക് അതിനെക്കുറിച്ച് ചേഞ്ച് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി TDS will be deducted if contract value in aggregate for financial year exceeds. കോൺട്രാക്ട് വാല്യൂ TDS പിടിക്കും. കോൺട്രാക്റ്റിന് TDS എപ്പോഴാടാ? TDS ഓൺ കോൺട്രാക്ട് എപ്പോഴാ? TDS ഓൺ കോൺട്രാക്ട് വരിക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ കോൺട്രാക്ട് വാല്യൂ മോർ ദാൻ 30,000 ആണെങ്കിലും TDS വരും. ഇനി അഗ്രിഗേറ്റ് വാല്യൂ, ഒന്നല്ല കുറെ എണ്ണം ചെയ്തു, അതിന്റെ അഗ്രിഗേറ്റ് വാല്യൂ മോർ ദാൻ 1 lakh വന്നാലും TDS വരും. ഇവിടെ ചോദിച്ചത് എന്താ? TDS will be deducted if contract value in aggregate for financial year അല്ലേ? ഇപ്പൊ 30,000 ആണോ? അല്ല, അത് ഒരൊറ്റ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ടിന്റെ എമൗണ്ട് 30,000 കൂടുതലാണെങ്കിൽ, ഇപ്പൊ സൈലത്തിനൊരു കോൺട്രാക്ട് നിങ്ങൾ ചെയ്തു തരാമെന്ന് വിചാരിച്ചോ, അത് 30,000 കൂടുതലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യും? ഒറ്റ കോൺട്രാക്ട് ആണെങ്കിൽ സൈലം ആ പേയ്മെന്റ് തരുമ്പോൾ അതിന് ടാക്സ് പിടിച്ചു വെച്ചിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ. അതാണ് TDS. അതിന്റെ പേയ്മെന്റ് തരുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും? ഉറവിടം, ആ പൈസ തരുന്ന ഉറവിടല്ലേ, അവിടുന്ന് അവരെന്ത് ചെയ്യും? ടാക്സ് പിടിച്ചു വെക്കും. സിംഗിൾ കോൺട്രാക്ട് 30,000 കൂടുതലാണെങ്കിലും പിടിക്കണം. മൊത്തം ഒരു വർഷം 1 ലക്ഷത്തിൽ കൂടുതലായാലും നമ്മൾ എന്ത് പിടിക്കണം? TDS പിടിക്കണം. സോ ഇവിടെ 1 lakh ആണ് ആൻസർ. ഇനി എക്സ്പാൻഡ് GSTN. GSTN എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഒരു സംശയം വേണ്ട, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ആണ് ഇത് GSTN എന്ന് പറഞ്ഞാൽ, അല്ലെ? ഗുഡ്സ് സിസ്റ്റമാറ്റിക് ടാക്സ് നെറ്റ്വർക്ക്, ഗുഡ്സ് സോഫ്റ്റ്വെയർ ടെക്നോളജി നെറ്റ്വർക്ക്, നൺ ഓഫ് ദി ഒന്നുമല്ല. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് ആണ് കേട്ടോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഇനി GSTR 11. GSTR 11 എന്ന് പറഞ്ഞാൽ നമ്മൾ UIN ആണ്, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറിന്റെ ആണ്. UIN ചെയ്യുന്ന റിട്ടേൺ ആണ് ഇത്. GSTR 11 ചെയ്യുന്നത് ഓരോ മാസം കഴിഞ്ഞ് വരുന്ന 28-ാം തീയതിയാണ് ചെയ്യുക. മന്ത്ലി അല്ലടാ. അപ്പോൾ ഓരോ മാസവും കഴിഞ്ഞ് വരുന്ന 28-ാം തീയതി എന്ന് പറയുമ്പോൾ
മന്ത്ലി ആണ് ചെയ്യുക. GSTR11 ഈസ് ഫയൽഡ് ഓൺ മന്ത്ലി ബേസിസ്. ഇനി ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, ലെഡ്ജർ എന്നല്ല ആക്ച്വലി പറയേണ്ടത്, രജിസ്റ്റർ എന്നാണ് പറയേണ്ടത്. ഷാൾ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം. കണ്ടോ, ഒരു എന്താ പറയുക, ഒരു ടേമിൽ തന്നെ 2 വട്ടാ ചോദിച്ചാൽ ആ ചോദ്യം. നേരത്തെ ഏതാ ചോദിച്ചേ? നേരത്തെ ക്യാഷാ തോന്നുന്നുണ്ട് അല്ലേ, 5 ചോദിച്ചത്. ഇത് ലയബിലിറ്റി ഏതിലാടാ? 1 ആണ്. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ അഥവാ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് ക്രെഡിറ്റ് ആണ് അല്ലെ, ഇത് ക്യാഷ് ആണ്. ഇങ്ങനെ പറഞ്ഞു. ഇതിന്റെ ഉത്തരം ഇതാണ്. ഓക്കെ, ലയബിലിറ്റി PMT 01. ഇനി GST ഓഡിറ്റ് കനോട്ട് ബി ഡൺ ബൈ ആണ്, ക്യാൻ ബി അല്ല. ക്യാൻ ബി ആണെങ്കിൽ ആർക്കാ? ഓഡിറ്റ് ബൈ CA ഓർ CMA എന്നല്ല പറഞ്ഞത്. CAക്കോ CMAക്കോ ആണ് ചെയ്യാൻ പറ്റുക. ഇവിടെ CA തന്നിട്ടുണ്ട്, CMA തന്നിട്ടുണ്ട്, CS-ന് GST ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. GST ഓഡിറ്റ് കനോട്ട് ബി ഡൺ ബൈ കമ്പനി സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാടാ? ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, കമ്പനി സെക്രട്ടറിക്കാണ് ചെയ്യാൻ പറ്റാത്തത്. ഇനി GSTR 8 ആരുടെയാടാ? ECOന്റെ ആണ്, അഥവാ TCS കളക്ടറുടെയാണ്. ECO ചെയ്യുന്നതാണ് ഏത്? GSTR 8 അല്ലെ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഏതാടാ? GSTR 6 ആണ് ആരുടെ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. GSTR 7 ആണ് ആരുടെ? TDS ഡിഡക്ടറുടെ. ടാക്സ് ഡിഡക്ടർ എന്ന് പറയും GSTR 7. കോമ്പോസിഷൻ ആളുടെ GSTR 4 ആണ്. GSTR 4. സോ ECO ആണ് ഏത് ചെയ്യുക? GSTR 8 ചെയ്യുക. അപ്പൊ ഞാൻ ഒരൊറ്റ ഒന്നില്ല പലത് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ TDS റിട്ടേൺ ചോദിക്കാറുണ്ട്. TDS ഡിഡക്ടറുടെ റിട്ടേൺ GSTR 7 ആണ്. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ GSTR 6 ആണ്. കോമ്പോസിഷൻ ആണെങ്കിൽ GSTR 4 ആണ്. ഓക്കെ അല്ലേ? Then transport allowance is available to orthopedically handicapped or blind. എല്ലുപരമായിട്ട് ഹാൻഡിക്യാപ്ഡ് ആയ ആളുകളോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആളുകൾക്കോ ട്രാൻസ്പോർട്ട് അലവൻസ് എത്ര വരെ കിട്ടും? 3200 വരെ. ഓക്കെയാണ്. 3200 വരെ ടാക്സ് അടയ്ക്കേണ്ട. 3200. ഇതാണ് ഏത്? ഡിസംബർ ടേമിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, കുറച്ച് ചില ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളെ കാറ്റലിന്റെ സിലബസിന് പുറത്തുനിന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബട്ട് അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞില്ല. ഇനി അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ക്രാക്ക് ചെയ്യാൻ. ബാക്കി മെജോറിറ്റി ഓഫ് ദ സാധനങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുത്താണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ആ മാർക്ക് ചെയ്ത് തന്നിട്ടുള്ള നോട്ട്സ് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുക. ഷോർട്ട് നോട്ട്സ് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുക. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. സോ ഉടനെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സി യു, ബൈ. ഓക്കെ അല്ലേടാ? ഓക്കെ, യെസ്.